കൈസ് ഒരു കല്യാണം കൂടിയിട്ട് വന്നാലോ, ഇവനാണ് സിദ്ധു, ഇവൻ്റെ അല്ല കല്യാണം, ഇവൻ്റെ ചേച്ചിയുടെയാണ് കല്യാണം. അങ്ങനെ ഞാൻ രാവിലെ ബസ്സിൽ കയറി ചെന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു സോനത് അവിടെ ഒരു ശാലിനെ സുന്ദരിയായിട്ടൊക്കെ ഇങ്ങനെ ആടി വരുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ചെന്ന ടൈമിംഗ് കറക്റ്റായിരുന്നു, ചെറുക്കിനെ സ്വീകരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചെങ്ങായിമാരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുത്തതുകൊണ്ടും ആ വീഡിയോ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ടും പിന്നെ അവൻ എന്നോട് രണ്ടാമത് വീഡിയോ എടുക്കാം പറഞ്ഞിട്ടൊന്നും ഇല്ല. ഞങ്ങളിത് നാച്ചുറലായിട്ട് നിൽക്കുവാണ്. ഇതവർ പറഞ്ഞെടുത്ത വീഡിയോ ഒന്നും അല്ല കേട്ടോ, ആർക്കൊന്നും ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നെ ഞങ്ങൾ ഏറ്റവും അടുത്തിരുന്നുകൊണ്ട് തന്നെ ഇത്രയും സൂം ചെയ്യേണ്ടി വന്നു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും താലിയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കെട്ടെല്ലാം കഴിഞ്ഞെങ്കിലും ഉണ്ണാൻ സമയമാവുന്നതിന് മുന്നിട്ട് നമ്മുടെ അടുത്ത പുത്രന്മാർ എത്തിയിട്ടുണ്ടായിരുന്നു, ആഷിക്കും വിജയും. അവൻ വന്നപ്പോൾ മുതൽ നമ്മൾ അവനെ യേശു ആക്കി വെച്ചതുകൊണ്ട് തന്നെ അവനെ യേശുവായിട്ട് നിൽക്കുമായിരുന്നു. ഞാനത് യൂട്യൂബിൽ ഇടും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ മുഖം പോയി പോക്ക് നോക്ക്. അയ്യോടാ. ഹലോ ഗായ്സ്, എൻ്റെ ചേച്ചിയുടെ കല്യാണം ഇവിടെ ഞാൻ വിളിച്ചിട്ടില്ല, പക്ഷേ വന്നു. എന്തിനാന്ന് എനിക്കറിഞ്ഞു. അങ്ങനെ കെട്ട് കഴിഞ്ഞു. പിന്നെ ഫോട്ടോ എടുപ്പായി, ആകെ മൊത്തം ബഹളമായി. പിന്നെ നമ്മുടെ സദ്യക്കുള്ള സമയമായി. ഇല വന്നു, ഇല മുഴുവൻ നിറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ കാലിയായി. പിന്നെ അത് കഴിഞ്ഞ് 3 പായസം വന്നു, ഇല അതുപോലെ തന്നെ കാലിയായി. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ ആ നട്ടാണ് വെളുത്തോടെ എനിക്കും സോനിക്കൊരു നടപ്പുണ്ടായിരുന്നു. ഈ സ്പോട്ട് വരുമ്പോൾ സാധാരണ സ്റ്റക്കാവാറുള്ളതാണ്, പക്ഷേ ഇന്ന് വൈകിട്ടൊരു ശകല സ്ഥലത്തുണ്ട്, ജസ്റ്റ് ഒന്ന് ചൂണ്ടിക്കാണിച്ച് പോയതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് എനിക്കൊന്ന് ഹോസ്പിറ്റൽ സന്ദർശനം ഉണ്ടായിരുന്നു. അവിടെ പോയിട്ടൊന്ന് ബ്ലഡ് ഒക്കെ നോക്കിയിട്ട് ഒരു വഴിക്ക് എൻ്റെ വെയിനൊന്നും പൊങ്ങി വന്നില്ല. ഒരു യൂട്യൂബറാന്ന് പോലും പരിഗണിക്കാതെ അവരുടെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 3 കുത്തി ഗൈസ്.